ഇപ്പം ലാസ്റ്റ് 5th നെസ്ലെ അവരുടെ ഇൻഫൻറ്റ് ഫോർമുലാസൊക്കെ യൂറോപ്യൻ കൺട്രീസിലൊന്നും ഓൾറെഡി റീകോൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്നലെ UAE പോലുള്ള GCCകളിൽ നെസ്ലയുടെ പ്രോഡക്റ്റ്സ് റീകോൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. മെയിനായിട്ടൊരു റീസണായിട്ട് അവർ പറയുന്നത് ഫുഡ് കണ്ടാമിനേറ്റഡ് ആവാൻ ചാൻസസ് ഉള്ള ബാസിലസ് സിറിയസ് ബാക്ടീരിയ, ഒരു ബാക്ടീരിയ ഇതിൻ്റെ അംശം ഇതിലുണ്ട് എന്നാണ് മെയിൻലി പറയുന്നത്. അപ്പം ഇത് മെയിനായിട്ട് വരുന്നത് നമ്മളിപ്പോൾ ബോയിൽഡ് വാട്ടറോ അല്ലെങ്കിൽ ലുക്കൂം വാട്ടർ ഉപയോഗിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ സ്റ്റോറേജ് കൂടുതലാവുന്ന സമയത്താണ് ഇത് കണ്ടാമിനേറ്റഡ് ആവാൻ ചാൻസസ് ഉള്ളത്. മെയിൻലി ഇതിൻ്റെ ബാച്ച് കോഡ്സ് നമുക്ക് ബാക്ക് സൈഡിൽ ബോട്ടിലൊക്കെ ആണെങ്കിൽ എക്സ്പയറി ഡേറ്റിൻ്റെ സൈഡിൽ നമുക്ക് ബാച്ച് കോഡ്സ് സെറ്റ് ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും. അവിടെ ഒന്ന് നോക്കുക, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി കുഞ്ഞിന് എന്തെങ്കിലും വോമിറ്റിങ്ങോ അല്ലെങ്കിൽ ലൂസ് മോഷൻസോ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് നിങ്ങളുടെ പീഡിയാട്രീഷ്യൻ ആരാണോ ആ ഡോക്ടറിനെ പോയി കാണുക. അതുപോലെ തന്നെ എന്തെങ്കിലും അസ്വസ്ഥതകൾ കുഞ്ഞ് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ കാണുക. ഇല്ല ഒന്നും അസ്വസ്ഥതകളായിട്ടൊന്നും കാണിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ സെയിം പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഡോക്ടറെ റെഫറൻസ് എടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പം ഞാൻ ഈ കാണിച്ചേക്കുന്നതാണ് അതിൻ്റെ ബാച്ച് കോഡ്സ്. ഇതൊന്ന് ചെക്ക് ചെയ്തോ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റ്സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണോ അല്ലയോ എന്നുള്ളത്. പിന്നെ ഓൾവേസ് മദേഴ്സ് മിൽക്കാണ് ബെസ്റ്റ്. പക്ഷെ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് എപ്പോഴും നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന വരത്തില്ല. പക്ഷെ എന്നാലും ആരും പാനിക് ആവേണ്ട. നമ്മുടെ പീഡിയാട്രീഷ്യനെ ജസ്റ്റ് ഒന്ന് റെഫറൻസ് എടുത്ത് കാണുന്നത് നന്നായിരിക്കും. താങ്ക് യു.